ഞങ്ങൾ ഇവിടെ ഇക്കയുടെ സ്വന്തം ഇത്തേനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അവരൊന്ന് ഇൻവൈറ്റ് ചെയ്യാം. ഇവിടെ വന്നിക്കണേ ഇന്റർവ്യൂ എടുക്കാനാ സർപ്രൈസ് ആയിട്ട്. വല്ലാത്ത ഇന്റർവ്യൂ ആക്കാം നമുക്ക്. വാവയുടെ ബർത്ത്ഡേ ജനിച്ച ടൈമും ചോദിച്ചര. പക്ഷെ നല്ല കുട്ടിയാട്ടോ, അടങ്ങിയിരിക്കുന്നുണ്ട്. ഇങ്ങനൊരു ഇന്റർവ്യൂ ആദ്യമായിട്ടാണോ കുട്ടി കണ്ടിട്ടില്ലേ? വൈഫിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതൊക്കെ മാറി. പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാ? എന്താ വിളിക്കാറെന്ന് ചോദിച്ചാൽ വിളിച്ചോ. ക്യാമറ ഒക്കെ ചെയ്യുന്നത് അനിയനാണ്. പിന്നെ അനിയൻ അപ്പൊ ഇവൻ എപ്പോഴും ഞങ്ങളോട് പറയണത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൃത്യ സമയത്ത് ഇറങ്ങാൻ പറ്റൂല. എപ്പോഴും അടിയാ. ഒരു ജനാലയുടെ അവിടെ ഒക്കെ പോയിട്ട് 3 ഡിക്ഷണറി വെച്ചിട്ട് അതിന്റെ നല്ല ഫോൺ വെച്ചിട്ടാ ചെയ്യാ. അന്ന് ഈ നല്ല ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ഇക്കയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് മില്യൺ അടിച്ചൊരു വീഡിയോ ഉണ്ട്, വൈഫിന് സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ. സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു അതാണ് ടേണിംഗ് പോയിന്റ് ആയത്. തുടക്കം. അപ്പൊ അതൊരു നല്ല തുടക്കമായിരുന്നു. അപ്പം എന്റെ മനസ്സിൽ അപ്പൊ ഒരു ചോദ്യം തോന്നിയിരുന്നു, വൈഫിനും അതേപോലെ സർപ്രൈസ് തരാനായിട്ടൊരു ആഗ്രഹം ഉണ്ടാവില്ലേന്ന്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം എന്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാൻ വൈഫിനെ ചെറുതായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് ഈ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പം ഞാനൊരു ചെറിയ സർപ്രൈസ് ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഗസ്സസ് ഉണ്ടോ എന്തായിരിക്കും സർപ്രൈസ് വൈഫ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാന്ന്? ഇല്ല. നമുക്ക് അതെന്താന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വേറൊന്നല്ല, ഇക്ക അന്ന് വന്ന് സർപ്രൈസ് ചെയ്ത പോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഇക്കയുടെ സ്വന്തം ഇത്തേനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അവരൊന്ന് ഇൻവൈറ്റ് ചെയ്യാം. ഞങ്ങളും ബല്ലാത്ത ജാതിയിൽ വിളിച്ചു. ഹലോ ശിവാലിറ്റ. ശിവാലി എവിടെ വന്നേക്കണേ? ഇന്റർവ്യൂ എടുക്കാനാ? പാപ്പയുടെ ഇന്റർവ്യൂ ആണോ വന്നേക്ക സർപ്രൈസ് ആയിട്ട്? ഹിമാലി ഇന്റർവ്യൂ ഇരിക്കണ്ടാ? സർപ്രൈസ് വല്ലാത്ത ഇന്റർവ്യൂ ആക്കാം നമുക്ക്. ചേച്ചി ഇന്റർവ്യൂ ചോദിക്കും, ഹിമാലി ഇരിക്കും ഇവിടെ. ഹിമാലി പറയോ ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ആൻസർ പറയോ? നിങ്ങളുടെ അടിപൊളി പ്രണയമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൊമാൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ടൈം തന്നതായിരുന്നു. റൊമാൻസ് ഒന്നും കാണാൻ പറ്റില്ല അല്ലേ? കണ്ടോ ഡാരാ? ഞാൻ ആക്ച്വലി വീഡിയോസ് കണ്ടപ്പോ ആദ്യം വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ചുള്ളൻ ചെക്കനാണ്, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് മനസ്സിലായത് കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. ഒരു കൊച്ചുണ്ട്, ഒരു ട്രോഫി വരെ കിട്ടിയ മനസ്സിലാ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 4ാമത്തെ വർഷം. ഓക്കെ. അപ്പൊ ഈ 4 വർഷത്തില് നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊന്ന് ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു മനപ്പുറത്തെ റൗണ്ടിലേക്ക് പോവാം. രണ്ടുപേരുടെ കയ്യില് ഫോണില്ലേ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബർത്ത്ഡേ രണ്ടുപേരുടെ. അപ്പം ഇത്തയുടെ ഇക്ക എഴുതാ, ഇക്കയുടെ ഇത്ത എഴുതാ. എല്ലാം വേണം, എന്നാലല്ലേ വയസ്സറിയാൻ പറ്റുള്ളൂ. ഇന്ന് വെക്കാറ് അടി ഉണ്ടാവില്ല. വല്ലാത്ത ജാതി. എണ്ണി നോക്ക എത്ര വയസ്സായി. ഇക്കയുടെ ബർത്ത്ഡേ എന്നാ? മാർച്ച് 27. ഇത്തയുടെ ബർത്ത്ഡേ എന്നാ? 2001. എന്നെക്കാളും ഇളയതാണോ? ഓക്കെ. അല്ല, എന്നെക്കാളും ഇളയതല്ല, എന്നെക്കാൾ മൂത്തത് ഒറ്റ വയസ്സ് വ്യത്യാസം. ഓക്കെ. അടുത്ത ഫേവറേറ്റ് ഫുഡ്? പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാ? എന്താ വിളിക്കാറെന്ന് ചോദിച്ചാൽ വിളിച്ചോ. ഞങ്ങൾക്കതൊന്നൊരു വിഷയമേ അല്ല. ഇക്കയുടെ ഫേവറേറ്റ് ഫുഡ് എന്താ? ഫ്രൈഡ് റൈസ്. കറക്റ്റാ? ഇത്തയുടെ ഫേവറേറ്റ് ഫുഡ് എന്താ? ഷവർമ. ഇത്
ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ച് വന്നാലേ. മനപ്പൊരുത്തം. വാവയുടെ ബർത്ത്ഡേ രണ്ടുപേർക്ക് അറിയാം. ജനിച്ച ടൈമോ? ടൈം അറിയില്ല. എന്നാലും ഏകദേശം ഒരു മിഡ് നൈറ്റോ നൂണോ മോർണിംഗോ ഏതെങ്കിലും ഏത്. വാവ വലുതായിട്ട് കാണുമ്പോൾ ചോദിക്കും, വാവയ്ക്ക് എൻ്റെ ബർത്ത്ഡേ. ഒരു ഏകദേശം ഒരു ഉച്ചര ഒരു 11:30. അപ്പൊ ഇന്ന് വൈകുന്നേരം 12 മണി റേഞ്ചിൽ. ഏതെങ്കിലും ഒരു സമയം ഇനി പറയാൻ ബാക്കിയുണ്ടോ? വെള്ളിയാഴ്ച പള്ളി പോണതിന് മുന്നായിരുന്നു. അപ്പൊ ആ ഒരു സമയം ഞാൻ പള്ളിയിലായോണ്ട് എനിക്ക് സമയം കൃത്യമായിട്ട് കറക്റ്റ് ആയിരുന്നു. എന്നിട്ട് ഉണ്ണിനെ കയ്യിലെടുത്തിട്ടാണ് പള്ളിയിൽ പോയത്. എഴുതിയോ? ഏതാ രണ്ടുപേരുടെ? സെപ്റ്റംബർ 14th. ടൈം ഏതാ? 11:30. കറക്റ്റ് ഒപ്പിച്ചു. കാരണം പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാ മോളെ പുറത്തേക്ക് കൊണ്ടുവന്നത്, ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ആള് ഫസ്റ്റ് പിടിച്ച് ഉണ്ണിനെ എടുക്ക എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ പള്ളിയിൽ പോയി വന്നപ്പോ പറ്റിയില്ല. പള്ളിയിൽ പോയപ്പോ അപ്പത്തേനും നമ്മള് ദിക്കർ അതൊക്കെ ചൊല്ലിക്കൊടുക്കും. അതൊക്കെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മോളെ എടുക്കാൻ പറ്റിയത്. അപ്പൊ നല്ല ഇതുണ്ട്, വിഷമമുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അടുത്തത് ഇപ്പം നമ്മുടെ പാർട്ട്ണറിൽ എല്ലാവരും 100% പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന. അങ്ങനെ മാറ്റണം, ഇക്കയിൽ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഇത്ത ഏതാ, ഇത്തയിൽ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഇക്ക ഏതാ? അത് നിങ്ങൾ കറക്റ്റായിട്ട് ഗസ് ചെയ്യും വേണം. നിങ്ങൾ തമ്മിൽ എപ്പോഴും അടി ഉണ്ടാവുന്നത് എന്തിനാന്ന് ആലോചിച്ചാൽ പറ്റി. ഇങ്ങനെ അടി ഉണ്ടാവാറില്ല എന്നൊക്കെ. അത് പെട്ടെന്ന് കിട്ടി. മാറ്റണം ആഗ്രഹിക്കുന്ന കാര്യം എഴുതി. ഓക്കെ, ഇക്കയുടെ എന്ത് മാറ്റണം എന്നായിരിക്കും ഇത്ത ഗസ് ചെയ്തിട്ടുണ്ടാവാം? ടൈമിങ്. ടൈം പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാന് ഇതാവില്ല. പങ്ക്ച്വാലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പണ്ട് മിലിറ്ററിയിലായിരുന്നോ? ടൈം തീരെ ശരിയാവില്ല. ശരിയാവില്ല. 10 മണി പറഞ്ഞാൽ ഞാൻ 11 മണിയാവും എങ്ങനെയായാലും. ഇന്ന് ഭയങ്കര നേരത്തെ ഇന്ന് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. സാധാരണഗതിയിൽ നേരെ തിരിച്ചാ വരിക. പെണ്ണുങ്ങളല്ലേ ഒരുങ്ങി ഇറങ്ങാൻ വൈകുക. ഇവിടെ അങ്ങനെയല്ല, രണ്ടുപേർക്കും ഇല്ലാത്തതാണ്. അപ്പൊ ക്യാമറ ഒക്കെ ചെയ്യുന്നത് അനിയനാണ്, പിന്നെ അനിയൻ. അപ്പൊ ഇവൻ എപ്പോഴും ഞങ്ങളോട് പറയണത് നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയത്ത് ഇറങ്ങാൻ പറ്റൂല, എപ്പോഴും അടിയാ. അനിയന്റെ കമന്റ് ആണ്. അപ്പൊ പ്രൊമോഷന് പോകുമ്പോ അവന്റെ അടുത്ത് 5 മിനിറ്റ് കൂടി ഞങ്ങൾ പറയൂ. പക്ഷെ 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഞങ്ങൾക്കറിയാലോ 5 മിനിറ്റ് കൂട്ടിയാ 5 മിനിറ്റ് ഒക്കെ റെഡി ആയി നിൽക്കുന്നുണ്ടാവും. ഞങ്ങളാണ് ലേറ്റ് ആവാറ്, ഞങ്ങളാണല്ലോ VIP. ഓക്കെ, അപ്പൊ ഇക്കയുടെ എന്താ എഴുതിയേ? സെയിം തന്നെയാ, രണ്ടുപേർക്കും ടൈമിങ്ങാ. ഓക്കെ, ഇനിയിപ്പൊ എന്ത് കണ്ടിട്ടാണ് വീണ് പോയത്? ഫസ്റ്റ് ലുക്കില് അല്ലെങ്കിൽ എന്തെങ്കിലും ബിഹേവിയർ? അതെന്നുവെച്ചാല് പ്രണയിച്ച് നടന്നിട്ടൊന്നുമില്ല. അതായത് അല്ല, ഇപ്പൊ നമ്മള് ഏതൊരു മാരേജ് ആണെങ്കിലും ആദ്യമായിട്ട് കണ്ടപ്പോ ആണല്ലോ എന്ന് പറയില്ല. എന്റെ ഫ്രണ്ടിന്റെ കസിനാണ്. മാത്രല്ല ഞങ്ങളെ ഒരു ചെറിയൊരു ബന്ധമുണ്ട്. അപ്പൊ ചെറുപ്പം മുതലേ ഇങ്ങനെ ഫങ്ഷൻസിനൊക്കെ വെച്ച് കാണും. ഒരു ഫങ്ഷനൊക്കെ ഉണ്ടാവല്ലോ വീട്ടിലെ, മാരേജുകള് അങ്ങനൊക്കെ വെച്ച് കാണും. പിന്നെ ഞാൻ 9th പഠിക്കുമ്പോ വൈഫ് 5th സ്കൂളില്. എന്നോട് നേരത്തെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കുഴപ്പമില്ല കുട്ടി ഉണ്ടല്ലോ അങ്ങനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ വൈഫിന്റെ? അത് എഴുത്, പറയണ്ട. ഏറ്റവും ഇഷ്ടപ്പെട്ടതോ? വൈഫിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇഷ്ടപ്പെട്ടതൊക്കെ മാറി. അപ്പൊ ഇഷ്ടപ്പെട്ടത് അപ്പൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഓർമ്മയില്ല. എന്നാ ഇപ്പൊ ഇഷ്ടപ്പെട്ടതായിരിക്കോ? ഓർമ്മയില്ല. രണ്ടുപേരും ഇപ്പൊ ഇഷ്ടപ്പെട്ടതായിരിക്കോ? ഇത്തയുടെയില് ഇക്കക്ക് ഇഷ്ടപ്പെട്ടത്, ഇക്കയുടെയില് ഇത്തക്ക് ഇഷ്ടപ്പെട്ടത്. തിരിച്ച്
ഇപ്പൊ ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അല്ല ഇതിന് നോക്കുന്നതെങ്കിലും. പക്ഷെ നല്ല കുട്ടി കേട്ടോ, അടങ്ങിയിരിക്കുന്നുണ്ട്. എല്ലാത്തിനും കുറുമ്പിയ. പരിചയമില്ലാത്ത ആളുടെ ഒപ്പം ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാ ആദ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ എല്ലാവരുടെ അടുത്തും കൂടും. എന്നാലും ഏകദേശം എന്തായിരിക്കും? ആ സപ്പോർട്ടാവും. അല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ അല്ല അത് വേറെ ഒന്നുമില്ല. അതെ. കാരണം ഞാൻ ജോലിയൊക്കെ നിർത്തി ഒരു സാധനത്തിലേക്ക് കടക്കും. ഭയങ്കര ഒരു ടാസ്ക് അല്ലേ, ഫാമിലിന്നും അതുപോലെ പബ്ലിക് ഇടയിലായാലും. പുള്ളിക്കാരത്തി പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെട്ട ചെയ്, പുള്ളിക്കാരത്തിക്ക് അറിയാം. അയ്യോ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു വാവ ഉണ്ടായതിനു ശേഷമല്ലേ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ ഡബിൾ റെസ്പോൺസിബിലിറ്റി. വാവേന്റെ കാര്യങ്ങൾ നമുക്കറിയാം, ന്യൂ ബോണിന് എന്തൊരു ചെലവായിരിക്കും. ഉറപ്പുണ്ടായിരുന്നു, ആ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് അറിയായിരുന്നു. സ്കൂളിലൊക്കെ ആ കലാപ്രതിഭ സെറ്റ് ചെയ്തു. അപ്പൊ പിന്നെ അറിയായിരുന്നു എവിടെ വീണാലും 4 കാലിലേ. എല്ലാം യൂട്യൂബും എല്ലാം എനിക്ക് അക്കൗണ്ടും എല്ലാം സെറ്റ് ആക്കി തന്നത് പുള്ളിക്കാരത്തിന്. എങ്ങനെയാണ് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനെനിക്ക് തുടക്കത്തിലൊക്കെ 2-3 ഡിക്ഷണറികളൊക്കെ വെക്കും. ഒരു ഇതേപോലെ ഒരു മിററിന്റെ അവിടെ അല്ലെങ്കിൽ ഒരു ജനാലയുടെ അവിടെ ഒക്കെ പോയിട്ട് 3 ഡിക്ഷണറി വെച്ചിട്ട് അതിന്റെ മേലെ ഫോൺ വെച്ചിട്ടാ ചെയ്യാ. അന്ന് ഈ നല്ല ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. ഫോണൊക്കെ വെച്ചിട്ട് മൈക്കൊന്നും ഇല്ല വെച്ചിട്ട് ക്യാപ് കട്ടിലൊക്കെ ഇട്ട് എൻഹാൻസ് ചെയ്ത് ശബ്ദം ഇതൊക്കെ ആക്കിയിട്ടാ ചെയ്യാ. പിന്നെ ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ സ്കില്ല് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, ഒരു സെലക്സ് മാള് തൊട്ടടുത്തുള്ള. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു ഇതിൻ്റെ അവിടെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുക. എന്നിട്ട് അവിടെ തന്നെ ഒരു സ്റ്റെയറിൽ ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടൊക്കെയാണ് കാര്യങ്ങൾ. നല്ല ഒരു പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു വാവ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം വാവയും ഉറക്കം തരില്ല, അതുപോലെ തന്നെ ഇതും മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെയായിരുന്നു? ഒരു ഇപ്പോ നമ്മൾക്കിപ്പോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇടാനും ഇക്ക് അപ്ലോഡ് ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ ഡിസ്ക്രിപ്ഷൻ ടാഗ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഞാൻ നിൽക്കും. അപ്പൊ ആ ടൈമിൽ നമ്മങ്ങനെ പറയല്ലോ പ്രഗ്നന്റ് ആയിരിക്കും, ഇപ്പോ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ടൈമില് ഫോൺ നോക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പൊ വീട്ടിൽ നിന്ന് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, ചീത്ത പറയലൊക്കെ ഉണ്ടായിരുന്നു, കണ്ണിന് കേടാന്നൊക്കെ. ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പോയി, എങ്ങനെയൊക്കെയോ പോയി. അല്ല അപ്പൊ ഉണ്ടായിരുന്നൊരു ജോലി കളഞ്ഞിട്ട് വരുന്ന സമയത്ത് വൈഫ് ഓക്കെ സപ്പോർട്ടാണ്, പക്ഷെ വീട്ടിലെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ? വീട്ടില് തീരെ സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല. അവരെന്തായിരുന്നു പറയാറ്? അപ്പൊ തിരിച്ചെന്ത് പറയും? എങ്ങനെ കൺവിൻസിങ് സ്റ്റാർ ആയി? അതാണ് അറിയുന്നത്. അത് എന്താ ചെയ്തു കൂട്ടണേ, ബാക്കി എല്ലാരും അങ്ങനെ ഗൾഫിലൊക്കെ പോയി പൈസ ഉണ്ടാക്കി കുടുംബത്തെ നോക്കണതിൻ്റെ ഇടയിൽ ഇവിടെ വന്നിട്ടൊരു ഇതും തുറന്നു വെച്ചിട്ട് ആരെങ്കിലും ഒക്കെ വീഡിയോ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് അതിന്റെ പിന്നിൽ അറിവ് എന്തുണ്ടാക്കുക എന്ത് ചെയ്യുന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കറിയാം ഇത് എങ്ങനെ പോവും, അല്ലെങ്കിൽ എൻ്റെ റേറ്റ് പാത്ത് ഏതാണ്. കാരണം ആ സമയത്തൊന്നും പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഏതാണ് നമ്മളുടെ കരിയർ അല്ലെങ്കിൽ എവിടെയാണ് സ്കിൽ എന്നൊക്കെ ഉള്ളത്, അത് നോക്കിയിട്ട് പഠിക്കാന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഞാൻ ഓൾറെഡി പിന്നെ ഫ്രീലൻസ് ആയിട്ട് വർക്കുകളൊക്കെ എടുത്ത് ചെയ്തു തുടങ്ങി. അതൊക്കെ നല്ല ഹിറ്റായി. അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെയാണ് എൻ്റെ പരിപാടി ഉള്ളത്. പിന്നെ അത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ക്ലയൻസുകൾ വന്നു. ഞാൻ വളരെ കുറച്ച് ക്ലയൻസിനെ എടുക്കുള്ളൂ, കാരണം ഗ്രോത്ത് കൊടുക്കണം, അത് എനിക്ക് മസ്റ്റായിട്ടൊരു സാധനം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ ആയി. മാത്രമല്ല ജനങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു സോഷ്യൽ മീഡിയയിൽ. അയ്യോ അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. തീർച്ചയായും അതാണ്. അമ്മമാരും ഒരുപാട് അച്ഛന്മാരും കുട്ടികളും എല്ലാവരും മെസ്സേജ് അയക്കും. അതെ അതെ. ചേച്ചി എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ഇക്കയുടെ ഏത് ക്വാളിറ്റിയാണ് ചേച്ചിക്ക് ഇഷ്ടം? ഇപ്പോഴത്തെ ആണെന്നാ പറഞ്ഞത്. എപ്പോഴത്തെ അതിലാണ് വീണതും ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട റീസൺ അതാ. എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? പറ.
സ്വന്തം കഴിവിന് വിശ്വാസം വേണം. പറങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഉണ്ടോ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ആ കാര്യം എന്താ? ഞാൻ പറയണല്ലേ? ആ പറയണം. എന്താ എഴുതിയിട്ടില്ലേ? അതായത് എന്റെ ക്വാളിറ്റി അല്ലേ? ആ ക്വാളിറ്റി എന്ന് ഒരു പറയാ ക്വാളിറ്റി കാണുന്നില്ല. ആരെയും വേദനിപ്പിക്കാതെ. ആണോ? വേറെ രണ്ടെണ്ണം പറഞ്ഞോ? ഒരു ക്ലൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതാണ് ക്ലൂ. ഇടക്കിടക്ക് പറയാണ്ടെന്ന് പറഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഓ അതെന്താ? ചെറിയൊരു ക്ലൂ ഉണ്ടോ? ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന സെയിം സാധനം. എന്താ എന്താ അത്? ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാനത് ചെയ്തത്. സ്കില്ലോ? ചിരിപ്പിക്കാനാണ്. വേറെന്താ? അതുകൊണ്ട് ആ നമ്മളിപ്പോ എന്തെങ്കിലും ടെൻഷനിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് നമ്മുടെ മൂഡ് ചിരിപ്പിക്കുക. ആ ഇല്ല, പോയി സംസാരം. സംസാരം. അതിനകത്താണ് വീണ് പോയത്. അയ്യോ ഞാൻ പറഞ്ഞുപോയി. അയ്യോ എന്റെ സംസാരം പോയി വീണ് പോയി. ഓക്കെ, ഇങ്ങനൊരു ഇന്റർവ്യൂ ആദ്യമായിട്ടാണോ? കുട്ടി ആ അതെ. കണ്ടിട്ടില്ലേ? കുട്ടികൾ പൊതുവെ ക്യാമറ ഓൺ ആക്കുമ്പോ എന്റെ അടുത്തുനിന്ന് പോവാറാണ്. അതെ, ആദ്യമായിട്ട് അതാണ് പറഞ്ഞത്, നല്ല കുട്ടിയാണ്. ഇനി നമ്മള് സ്വാഭാവികമായിട്ടും പിണക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്ത് പിണക്കം മാറ്റുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇത്തയ്ക്ക് എന്ത് ചെയ്തിട്ടാണ് ഇഷ്ടം എന്നുള്ളത് ഇക്ക എഴുതാം. ഇക്കയ്ക്ക് എന്ത് ചെയ്ത് പിണക്കം മാറ്റുന്നതാണ് ഇഷ്ടം എന്നുള്ളത് ഇക്ക എഴുതാം. അതെനിക്കറിയില്ല. നല്ല ചോദ്യം. ഗുഡ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു എന്നല്ലേ? ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങി തരുന്നതാവാം, അല്ലെങ്കിൽ റൊമാൻസ് ചെയ്യുന്നതാവാം, ഏതും ആവാം. പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ടാലോ വിചാരിച്ച് അങ്ങോട്ട് പറഞ്ഞതാ. പിണക്കൊന്നും ഉണ്ടാവാറില്ലേ? കാര്യമായിട്ട് ആലോചിക്കുന്നു. ഇക്ക എന്താ എഴുതിയിട്ടുണ്ടാവാന്ന് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഒന്നല്ലെങ്കിൽ ഔട്ടിങ് അല്ലെങ്കിൽ ഫുഡ്. എന്താ എഴുതിയേ? ഔട്ടിംഗ് ആണ്, ഫുഡ്. അതായത് പുറത്തു പോയിട്ട് ഞങ്ങൾ ഒരു ഫുള്ള് ഷവായ അല്ലെങ്കിൽ ഒരു ഫുള്ള് ഇത് ബാർബിക്യൂ കഴിച്ചാ തീരാനുള്ള പ്രശ്നം. അതൊരെണ്ണം കൂടെ അടിച്ചാൽ മതി. അത് സ്പൈസി അരിയോടുകൂടി എല്ലാം തീർന്നു. ഇത്ത എന്താ എഴുതിയിട്ടുണ്ടാവാം? ഇത്തക്ക് എന്തായിരിക്കും ഇഷ്ടം? തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്തു പോയി ഫുഡ് കഴിക്കൽ തന്നെയാണ്. അതാണ് മെയിന്. ഇപ്പൊ ഞാൻ എത്ര സെയിം ആണല്ലേ? എല്ലാ ഇഷ്ടങ്ങളും ഫുഡായാലും ഒക്കെ സെയിം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മെയിൻ കാര്യം ഔട്ടിങ്ങും ഫുഡ് തന്നെ ആവും. ഫുഡ് തന്നെ ആയിരിക്കും. ഓക്കെ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ്? ഡ്രസ്സോ? ആ, ഇന്ന കളറിലുള്ള ഡ്രസ്സ്. ഇന്ന കളറിൽ ഇട്ടത് കാണാൻ നല്ല ഭംഗിയാണ്. ഇക്കയ്ക്ക് ചേരുന്ന കളർ ഇതാണ്. ഇത്തയ്ക്ക് ഒരു തോന്നലുണ്ടാവില്ലേ മനസ്സില്? ഇപ്പൊ ഇത്തയ്ക്ക് ഈ കളറാണ് ചേരാന്ന് ഇക്കയ്ക്കും തോന്നിണ്ടാവില്ലേ പല പല ഡ്രസ്സുകൾ ഇടുമ്പോ? അത് വളരെ എളുപ്പമുള്ള. വളരെ എളുപ്പാ. സിമ്പിളായിരുന്നു. അത് സെയിമാ? എന്നാ ഒറ്റയടിക്ക് പറഞ്ഞോ. ബ്ലൂ. ഇപ്പൊ എത്ര ക്വസ്റ്റ്യനായി? 1 2 3 4 5 6 6 ക്വസ്റ്റ്യനിലും 5ഉം കറക്റ്റ് അല്ലേ? 6ഉം കറക്റ്റ്. ഇത്തയാണ് സ്കോർ ചെയ്തത്. നമ്മള് പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് അതിന്റെ തിരക്കില് സമയം 5 തന്നെ കിട്ടിയതൊരു ബോണസ് ആയിട്ട് കാണാം. അപ്പോൾ ഇത്രയും ടൈം എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇവിടെ ഈ ചിണുങ്ങിനെ കൊണ്ട് വന്നതിന് ഒരുപാട് താങ്ക് യു. ആൻഡ് ഇതേപോലെ ഈ സ്നേഹം കാലാകാലം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പോവാൻ ചാടി ഓടി ഇറങ്ങുക. മൈൻഡ് പറഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് ഉമ്മ വരുമോ?